ജീവിതത്തിൽ ചില സമയങ്ങളുണ്ടാകും. നമ്മളൊന്നും തെറ്റു ചെയ്യുന്നില്ല, എന്നാലും ഒന്നും ശരിയാകുന്നില്ല. പ്രാർത്ഥനകളുണ്ട്, സ്രവമുണ്ട്, കണ്ണീര് പോലുമുണ്ട്. എന്നാൽ ഫലം മാത്രം കാണുന്നില്ല. അത്തരമൊരു കാലഘട്ടത്തിലാണ് ഹിമാലയത്തിന്റെ താഴ്വരയിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ ശിവദത്തൻ എന്ന മനുഷ്യൻ ജീവിച്ചിരുന്നത്. അവനും വലിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, രാജാവാകണമെന്ന ആഗ്രഹവുമില്ല. പക്ഷേ ദിവസം കഴിക്കാൻ നാളെ എന്തു ചെയ്യുമെന്ന ഭയം അവന്റെ ഉറക്കം കെടുത്തി. പലപ്പോഴും അവൻ സ്വയം ചോദിച്ചു, എനിക്കെന്താണിത്ര കഷ്ടം? ഞാൻ ആരെയും വഞ്ചിച്ചില്ല, ആരുടെയും അവകാശമെടുത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് എന്റെ ജീവിതം ഇങ്ങനെ? അവന്റെ വീട്ടിൽ ശിവലിംഗത്തിന്റെ ഒരു ചെറിയ കല്ലുണ്ടായിരുന്നു, പാരമ്പര്യമായി കിട്ടിയത്. പക്ഷേ വർഷങ്ങളായി അതൊരലങ്കാര വസ്തുവായി മാത്രമേ നിന്നിരുന്നുള്ളൂ. ഒരു ദിവസം വർഷങ്ങളായി കാത്തിരുന്ന മഴ വന്നില്ല. വയൽ പൂർണ്ണമായി നശിച്ചു, കടം കൂടിപ്പോയി. ആ രാത്രിയിൽ ശിവദത്തൻ തളർന്ന് നിലത്തിരുന്നു. അവനൊന്നും ചോദിച്ചില്ല, കരഞ്ഞില്ല പോലും. അവൻ പറഞ്ഞു, ശിവനെ, എനിക്ക് ഐശ്വര്യം തരണമെന്നില്ല, എനിക്ക് ശാപം വേണ്ട. പക്ഷേ എന്റെ മനസ്സിൽ ഈ ഭാരമൊന്ന് കുറയ്ക്കണേ. ആ നിമിഷം കൈലാസത്തിൽ ധ്യാനത്തിലിരുന്ന പരമശിവന്റെ കണ്ണിൽ ഒരു തുള്ളി കരുണ ഉദിച്ചു. ശിവൻ പറഞ്ഞു, ഐശ്വര്യം പണം മാത്രമാണെന്ന് മനുഷ്യൻ കരുതുന്നു. പക്ഷെ സമാധാനം കിട്ടാതെ പണം പോലും ശാപമാണ്. അടുത്ത ദിവസം രാവിലെ ശിവദത്തൻ എഴുന്നേറ്റത് വ്യത്യസ്തമായൊരു ശാന്തതയോടെയായിരുന്നു. ദാരിദ്ര്യം മാറിയില്ല, കടം പോയില്ല, പക്ഷേ മനസ്സിൽ ഭയമില്ലാതായി. അന്നവനൊരു തീരുമാനമെടുത്തു. എന്ത് സംഭവിച്ചാലും ഞാൻ എന്റെ ശിവനെ കുറ്റപ്പെടുത്തില്ല. അന്നുതൊട്ട് അവന്റെ ജീവിതത്തിൽ 3 ശീലങ്ങൾ തുടങ്ങി. 1. പ്രഭാതത്തിൽ ഒന്നും ചോദിക്കാതെ ശിവനാമം മാത്രം ജപിക്കുക. 2. തനിക്കുള്ളത് കുറവാണെന്ന് പരാതി പറയാതെ അതിൽ നന്ദി കണ്ടെത്തുക. 3. ദിവസം ഒരാൾക്കെങ്കിലും വാക്കിലൂടെയെങ്കിലും സഹായം ചെയ്യുക. ആദ്യ ദിവസങ്ങളിൽ ഒന്നും മാറിയില്ല, പക്ഷേ ശിവദത്തൻ മാറി. അവന്റെ വാക്കുകൾ ശാന്തമായി, അവന്റെ കണ്ണുകളിൽ വെളിച്ചം വന്നു. അവൻ പരാതിപ്പെടുന്നത് നിർത്തി. അതിശയകരമായി ഗ്രാമത്തിലെ ആളുകൾ അവനോട് സംസാരിക്കാൻ തുടങ്ങി. അവന്റെ അടുത്തിരിക്കുമ്പോൾ അവർക്ക് ആശ്വാസം തോന്നി. ഒരു ദിവസം ഗ്രാമത്തിലെ ഒരു മുതിർന്നവൻ പറഞ്ഞു, നിന്റെ മുഖത്ത് ശിവന്റെ പ്രസാദം കാണുന്നു. അതിനു പിന്നാലെ പുതിയ വഴികൾ തുറന്നു. അവൻ പ്രതീക്ഷിക്കാത്ത സഹായങ്ങൾ കിട്ടി. പഴയ കടങ്ങൾ തീർക്കാൻ വഴിയുണ്ടായി. അവന്റെ ചെറിയ കൃഷി പോലും അത്ഭുതകരമായി ഫലിച്ചു. അന്നവൻ മനസ്സിലാക്കി, ശിവൻ ആദ്യം ജീവിതം മാറ്റുന്നില്ല, നമ്മളെ മാറ്റുകയാണ്. ഒരു പൗർണമി രാത്രിയിൽ ശിവൻ അവന്റെ സ്വപ്നത്തിൽ വന്നു. ഭസ്മം പൂശിയ ശരീരവും ചന്ദ്രനും ശാന്തമായ കണ്ണുകളും. ശിവൻ പറഞ്ഞു, നീ എന്നോട് ചോദിച്ചില്ല, അതിനാലാണ് ഞാൻ നിന്നെ കൊടുത്തത്. ശിവദത്തൻ വിറച്ചു ചോദിച്ചു, പ്രഭവേ, ഞാൻ എന്താണ് ചെയ്തത്? ശിവൻ പുഞ്ചിരിച്ചു, നീ സഹിച്ചു, നീ നന്ദി പറഞ്ഞു, നീ വിശ്വാസം വിട്ടില്ല. ഐശ്വര്യം ഞാൻ നൽകുന്ന സമ്മാനമല്ല, അത് ഞാൻ പിന്തുടരുന്ന മനുഷ്യന്റെ പിന്നിൽ സ്വയം പോകുന്ന നിഴലാണ്. അന്നുമുതൽ ശിവദത്തൻ വലിയ ധനികനായില്ല, പക്ഷേ അവന്റെ വീട്ടിൽ അന്നമൊരിക്കലും കുറഞ്ഞില്ല. അവന്റെ മനസ്സിൽ ഭയം തിരികെ വന്നില്ല. ദൈവം അവനെ സമ്പന്നനാക്കിയില്ല, ദൈവം അവനെ ഐശ്വര്യവാനാക്കി. അതിന്റെ ശേഷം ശിവദത്തന്റെ ജീവിതം ഒരിക്കലും പഴയ പോലെ ആയിരുന്നില്ല. കാരണം അവന്റെ കയ്യിൽ അധിക ധനം വന്നതുകൊണ്ടല്ല, മറിച്ച് അവന്റെ ഉള്ളിൽ നിന്നും പേടി പോയതുകൊണ്ടാണ് എല്ലാം മാറിയത്. മുമ്പ് ഓരോ പ്രഭാതവും അവനുണർന്നത് കടത്തിന്റെ ചിന്തകളോടെയും നാളെയുടെ അനിശ്ചിതത്വത്തോടെയുമായിരുന്നെങ്കിൽ, ഇപ്പോൾ അവനുണരുന്നത് ശ്വാസം പോലെ ലളിതമായ ഒരു വിശ്വാസത്തോടെയായിരുന്നു. ഇന്നെന്തു വരുമെങ്കിലും അതിൽ ശിവന്റെ അർത്ഥമുണ്ട് എന്ന ഉറച്ച ബോധത്തോടെ. അവന്റെ ഈ മാറ്റം പതിയെ ചുറ്റുമുള്ള ലോകത്തെയും മാറ്റിത്തുടങ്ങി. കാരണം അവൻ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് ആശ്വാസം തോന്നി. അവൻ മൗനത്തിലിരിക്കുമ്പോൾ പോലും ഒരു ശാന്തത അവന്റെ ചുറ്റും വിരിഞ്ഞു. അവൻ ഒരാളെയും ഉപദേശിച്ചില്ല, ദൈവത്തെപ്പറ്റി വലിയ പ്രസംഗങ്ങൾ നടത്തിയില്ല. പക്ഷേ അവന്റെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയായി മാറി.
അതാണ് ശിവന് ഏറ്റവും പ്രിയം. കാലം കഴിഞ്ഞപ്പോൾ അവന്റെ അടുത്ത് സഹായത്തിനായി വന്നവർ വെറും ഉപദേശം മാത്രമല്ല നേടി മടങ്ങിയത്. അവർക്ക് ധൈര്യം കിട്ടി, പ്രതീക്ഷ കിട്ടി. അതോടെ അവൻ അറിയാതെ തന്നെ ഒരനുഗ്രഹത്തിന്റെ ഇടനാഴിയായി മാറി. ശിവൻ അവന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവരെയും സ്പർശിച്ചു തുടങ്ങി. അപ്പോഴാണ് അവൻ തിരിച്ചറിഞ്ഞത്, ഐശ്വര്യമെന്നത് എനിക്കെന്ത് കിട്ടുന്നു എന്നതല്ല, എന്റെ വഴി എത്ര പേർക്ക് ശാന്തി കിട്ടുന്നു എന്നതാണ്. ഒരിക്കൽ രാത്രിയിൽ ദീപത്തിന്റെ മുന്നിലിരിക്കുമ്പോൾ അവന്റെ മനസ്സിൽ വ്യക്തമായി ഒരു ചിന്ത തെളിഞ്ഞു. ശിവൻ ഒരിക്കലും വൈകുന്നില്ല. മനുഷ്യൻ പഠിക്കേണ്ട പാഠം പഠിക്കുന്ന നിമിഷം തന്നെയാണ് അനുഗ്രഹം ആരംഭിക്കുന്നത്. നമ്മൾ പണം കിട്ടുമ്പോൾ നന്ദി പറയാൻ പഠിക്കുന്നില്ല. പകരം നന്ദി പറയാൻ പഠിക്കുമ്പോഴാണ് പണം പോലും ജീവിതത്തിൽ നിലനിൽക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ശിവൻ ശിവദത്തനെ ധനികനാക്കിയില്ലെന്ന് ലോകം പറഞ്ഞത്. പക്ഷേ അവനെ ശൂന്യതയിൽ നിന്ന് രക്ഷിച്ചു, ശാപത്തിൽ നിന്ന് വിടുവിച്ചു, എന്നും നിലനിൽക്കുന്ന ഒരൈശ്വര്യത്തിന്റെ വഴിയിൽ കൊണ്ടുനിന്നു. അതുകൊണ്ടാണ് ഇന്നും ആരെങ്കിലും ഹൃദയം നിറഞ്ഞ് ശിവനെ ഓർക്കുമ്പോൾ അറിയാതെ തന്നെ ശിവദത്തൻ നടന്ന അതേ വഴിയിലൂടെ ഐശ്വര്യം അവരെ തേടി നടക്കുന്നത്. ശിവനെ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ സമർപ്പണം വേണം. പരാതിയില്ലാതെ ജീവിച്ചാൽ ഐശ്വര്യം നമ്മളെ തേടിവരും. ശിവൻ പരീക്ഷിക്കുന്നത് നമ്മുടെ സഹനമാണ്. വിജയവും ധനവും ശിവന്റെ പിന്നിൽ വരുന്നതാണ്. ഈ കഥ നിങ്ങൾ കേട്ടപ്പോൾ മനസ്സിൽ ഒരു നിമിഷമെങ്കിലും ശാന്തി വന്നിട്ടുണ്ടെങ്കിൽ അത് വെറും കഥയല്ല, ഭഗവാൻ ശിവൻ നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിച്ച നിമിഷമാണ്. ശിവൻ എല്ലാവരോടും ഒരേ സമയം സംസാരിക്കില്ല. തയ്യാറായ മനസ്സുകളെ മാത്രമേ അദ്ദേഹം സ്പർശിക്കൂ. അതുകൊണ്ടാണ് ഇന്നീ കഥ നിങ്ങൾ കേട്ടത്. ഇത്തരത്തിലുള്ള ശിവകഥകളും മനസ്സിനെ ശുദ്ധമാക്കുന്ന ആത്മീയ സന്ദേശങ്ങളും ഐശ്വര്യത്തിന്റെ രഹസ്യങ്ങൾ തുറന്നു കാണിക്കുന്ന ദൈവാനുഭവങ്ങളും ഇനി നിങ്ങൾക്ക് നഷ്ടമാകരുതെന്ന് തോന്നുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം ശിവന്റെ അനുഗ്രഹം ഒരിക്കലും ശബ്ദത്തോടെ വരില്ല, അത് നിശബ്ദമായി നിങ്ങളെ തേടിവരും. നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാകുന്ന നിമിഷം വരെ.